പുതിയ അടവുകളുമായി UDF നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ അടവുകളുമായി രംഗത്തിറങ്ങുന്നത്? പഴയ അടവുകൾ പിഴച്ചു, അല്ലെങ്കിൽ പഴയ അടവുകളുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി നേരിടും ജനങ്ങളിൽ നിന്ന് എന്ന് മനസ്സിലാക്കിയാണ് ചുവടുമാറ്റം. ചുവടുമാറിയത് ആദ്യം കോൺഗ്രസ് നേതാക്കളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു. അത് എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ വന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത്, അതിപ്പോൾ അതിനുള്ള ബന്ധവും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ടായതാണ്. ചിലയിടത്തൊക്കെ ബന്ധമായിട്ടില്ല, സഖ്യത്തിനൊന്നും വന്നിട്ടില്ല. അതിൽ ചില നീക്കുപോക്കുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കുകളാണ്. അത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. അത് ഓരോ പാർട്ടി, ഓരോ സംഘടനയ്ക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഒരു പ്രസ്താവന നടന്നു, അത്രേ ഉള്ളൂ. സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്ക് മാത്രമാണ്. ഒരു സഖ്യമായിരുന്നില്ല UDFന്റെ വെൽഫെയർ പാർട്ടി. ഇതാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വിശദീകരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒന്നുകൂടി കടത്തി പറഞ്ഞിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധം ഞങ്ങൾക്കില്ല, വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന പ്രസ്താവനയാണ് VD സതീശൻ നടത്തുന്നത്. നേരത്തെ VD സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു, അവരിപ്പോൾ അത് പറയുന്നില്ല എന്ന്. അതിനുശേഷം തുടർച്ചയായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ മതരാഷ്ട്രവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു അടവ് മാറ്റം. വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് അവിടെ മുഖത്തു നോക്കി ഇങ്ങനെ കള്ളം പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ അടവ് മാറ്റാൻ എന്താണ് കാരണം? പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? അത് സമൂഹത്തിൽ നിന്ന് തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കി. അപ്പോഴൊന്ന് മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. പരസ്യമായ പിന്തുണ വേണ്ട, രഹസ്യമായ പിന്തുണ മതി. രഹസ്യമായ ഇടപെടലൊക്കെ നടത്തിയാൽ മതി, പ്രാദേശിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മതി. ഇതാണ് UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്ത നിർദ്ദേശം. അത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ മുസ്ലിം ലീഗിനെതിരെ UDFനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള അവസാനത്തെ അടവ്, ആ അടവും കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ് കേരളം. ആ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നീലക്കുറുക്കനെ മനസ്സിലാക്കാൻ കഴിയും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയാനും കഴിയും. ജനങ്ങളുടെ ചിന്ത എന്താണ്, ജനങ്ങളുടെ വികാരം എന്താണ് എന്ന്.